സാർ, ഉത്തമ, ഞാൻ സി ഐ സാറ് പറഞ്ഞിട്ടാ വിളിക്കുന്നത്. താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഇങ്ങ് വാ. പുള്ളിക്ക് എന്തോ കൃത്യമായ പ്ലാനുണ്ട്. നമ്മളങ്ങ് നിന്നുകൊടുത്താൽ മതിയടോ. താൻ വേം വാ. ആർമുക, ആ കോളനിക്കാരൻ വന്നപ്പം തൻ്റെ പണി കുറച്ച് കുറഞ്ഞല്ലേ? ചില ആളുകളെ കാണുമ്പോൾ മാത്രം സാർക്ക് തോന്നുന്ന ചീഞ്ഞ വിചാരം ഉണ്ടല്ലോ, അത് മാറാതെ അവിടെ ഒന്നും നേരാവാൻ പോണില്ല. എടോ, താനൊക്കെ വാ തുറക്കാറുമ്പോ ഞാൻ പറയാം കേട്ടോ. പോടോ പോടോ. കേട്ടോ, തൻ്റെ പണി കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് മാറിയിരിക്ക്. ഈ ആക്സിഡന്റ് പറ്റിയത് ജാക്സൺ ബസാറിലെ രമേശനാണ്. പുതിയ CI ആണെങ്കിൽ പഴയതിനേക്കാളും അലമ്പന. തൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. നേരം വെളുക്കുമ്പോഴേക്ക് ഇവന്മാരെ കൂടി തന്നെ വിട്ട് തീർക്കും. ആ സന്തോഷം എന്ന് പറയുന്ന പയ്യനെയും പൊക്കിയിട്ടുണ്ട്. താൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോ? സാറേ, ഒന്ന് ടോയ്ലറ്റിൽ പോകണം. സാറേ, ഇയാളിതെവിടെ പോയി? വാ. സന്തോഷിൻ്റെ കാര്യം ഒരു പിടിയില്ല. ഹോസ്പിറ്റലിലാണെങ്കിൽ രവിയണ്ണം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എടാ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണാണെ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നിനക്ക് ആ സെൽവണ്ണനെ വിളിച്ചൂടെ? അവിടേക്ക് ഞാൻ വിളിച്ചതാ, പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. അയാൾ നിന്റെ കഴപ്പൊക്കെ ഞാൻ തീർത്തിയാണ്. ഈ നായിന്റെ മോനെടുത്ത് സ്റ്റോർ റൂമിലിട്. സാറേ, എനിക്കെൻ്റെ അടുത്ത വാർഷികമെങ്കിലൊന്ന് ആഘോഷിക്കണമെന്നുണ്ട് സാറേ. ഇവിടെ നിന്നാൽ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി ഞാൻ നടന്നിറങ്ങി പോയിക്കോളാം സാറേ. അങ്ങനെ നീ മാത്രമായിട്ട് ഇപ്പം ആഘോഷിക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം. അയ്യോ സാറേ, ഇവരെല്ലാവരും എനിക്ക് സ്റ്റോർ റൂമിൽ കിട്ടണം. സാറേ ഞാൻ നിനക്കിതിന്നൊക്കെ ഊരണമെങ്കിൽ ഇനി ഞാൻ വിചാരിക്കണം. ഈ രാത്രി ഞാനൊന്ന് ആഘോഷിക്കാൻ പോവുക. അതൊന്ന് കളറാക്കാൻ നിന്റെ ബാൻഡ് ടീമിനെ ഇവിടെ വേണം. ഈ സമയത്ത് വിളിച്ചാൽ അവർ വരില്ല സാർ. നീ വിളിച്ചാൽ ഏത് നട്ടപ്പാരയ്ക്ക് അവന്മാർ പറന്നു വരും. ഇനി വന്നില്ലെങ്കിൽ എൻ്റെ എയർഫോഴ്സ് നിന്റെ ജാക്സൺ ബസാർ കയറി ഇറങ്ങും. നിന്റെ ഫോൺ എടുത്തു കൊടുത്തേക്ക്. ഹലോ, രമേശൻ എങ്ങനെയുണ്ട്?
ശങ്കരണ്ണ രമേശൻ ഓക്കെയാണ്. ശങ്കരണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനാകെ പ്രശ്നത്തിലടാ. എന്താണ്? എന്നെ പോലീസ് പിടിച്ചു. ഒരു പുതിയ അയാൾക്കെന്തോ വട്ടാന്ന് തോന്നുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ കൊട്ടി ഇപ്പൊ തന്നെ കേൾക്കണമെന്ന്. സ്റ്റേഷനിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒറ്റാളും ഇങ്ങോട്ട് വന്നു പോരുത്. പിന്നെ ഹൈവേക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോയി അതിന്റെ നഷ്ടപരിഹാരം എന്തെങ്കിലും മേടിക്കണം. ആ ഒരു സ്ഥലം മാറാൻ പറഞ്ഞാൽ നമുക്ക് മാറിക്കൊടുക്കണം. ആ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ജാക്സൺ ബസാർ പോലീസുകാർക്ക് ശങ്കരണ്ണ, ഹലോ. അവന്റെ ഒരു ജാക്സൺ ബസാർ. എത്ര കാലം നമ്മളിങ്ങനെ ഓടുന്നു. നമുക്ക് ഓട്ടം മതിയാക്കാം. പാപ്പം പറഞ്ഞാ ശരി. എത്ര കാലം എന്ന് വെച്ചിട്ടാ നമ്മളിങ്ങനെ ഓടുക? നമുക്ക് ഈ ഓട്ടം മതിയാക്കാം. നാളെ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നീ ചന്ദ്രൻ വക്കീലിനും കൂടി സ്റ്റേഷനിൽ വന്നാൽ മതി. അവർക്ക് ജാക്സൺ ബസാറിന്റെ ബാൻഡ് വേണല്ലേ കാണണ്ടേ? നമുക്ക് കാണിക്കാം. ഇവിടെയാണോ? ശരത്തെ, ആ സാറേ. ഒരു ചെറിയ പരിപാടിക്കുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടാവില്ലേ? ആ അതൊക്കെ ഉണ്ട് സാറേ. വണ്ടി അകത്തോട്ട് ഇതല്ലേ വണ്ടി? ആ സാറേ. ഞാൻ നോക്കിയൊക്കെയാണ്. ഈ വണ്ടിയുടെ ആൾക്കാരെവിടെ? സാറേ, അവന്മാർക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാ. ആയിക്കോട്ടെ, അവന്മാരെവിടെ? മര്യാദക്ക് അവന്മാരെവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ലോക്ക് ഇട്ടിട്ടേ നമുക്ക് ഒരുമിച്ചങ്ങ് പോവാല്ലേ? അതെ സാറേ. സർ, ഉത്തമൻ. മനസ്സിലായി. താനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലടോ ഞാനിങ്ങോട്ട് പോകുന്നത്. അപ്പോഴെങ്ങനാ ഡ്യൂട്ടി തുടങ്ങുമല്ലേ? സാറ് വരുന്നവരെ ഇറങ്ങിയിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു സാർ. ആളെ സ്റ്റോർ റൂമിൽ എത്തിച്ചിട്ടുണ്ട്. അരവിന്ദ് സാറ് പുറത്തല്ലേ? ആളെ കുറച്ചേരം കൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കാതിരുന്നാൽ മതി സാർ. അയാൾക്ക് പുലരുവോളം ഓടാനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. താനങ്ങോട്ട് ചെല്ല്, ഞാൻ വരാം. സർ. ഹലോ. ഹലോ സാർ. അവന്മാരെ പൊക്കി. വെരി ഗുഡ്. സാർ, ഞാൻ എത്താൻ കുറച്ച് വൈകും. സാറേ, ഇവന്മാരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അവർക്ക് കിട്ടാൻ പോണത് ആകെ 3000 രൂപയുടെ പെറ്റിയാ. ഈ നാട് മൊത്തം അവന്മാരെ തന്നെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ അതിനുള്ളതൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് എത്തിയാൽ പോരെ സാറേ? മതി, താൻ പതുക്കെ വന്നാൽ മതി. ക്രമസമാധാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഉള്ള സമാധാനം തകർക്കുന്നവരെ കത്രിക പൂട്ടിട്ട് പൂട്ടാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. തന്നെപ്പോലെ നല്ല 2 പോലീസുകാരെ കൂടെ കിട്ടിയാൽ ഞാൻ ഈ നാടങ്ങ് നന്നാക്കിയെടുക്കും. സാർ, സാറിൻ്റെ ഒരു പുഷുകളുണ്ടാണ് ഇവിടം വരെ എത്തിയത്. താങ്ക് യു സാർ. ശരി, എന്നാൽ കാര്യങ്ങൾ നെരിപ്പായി നടക്കട്ടെ. ഓക്കെ.